ആന്റണിയും ക്ലിയോപാട്രയും. കഥ മലയാളത്തിൽ. ആന്റണി ആൻഡ് ക്ലിയോപാട്ര ബൈ ഷേക്സ്പിയർ ടോൾഡ് ഇൻ മലയാളം. ഷേക്സ്പിയറുടെ തന്നെ നാടകമായ ജൂലിയസ് സീസറിലെ സംഭവങ്ങളുടെ തുടർച്ചയാണ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന ഈ നാടകത്തിലുള്ളത്. ഇത്തിരി ചരിത്രം നാടകം മനസ്സിലാക്കുവാൻ സഹായിച്ചേക്കും. ജൂലിയസ് സീസറും പോംപെയും കാസിയസും ചേർന്നതായിരുന്നു റോമിലെ ആദ്യത്തെ ത്രിമൂർത്തി ഭരണം, ട്രയംവിറാറ്റ്. ജൂലിയസ് സീസറുമായുള്ള വടംവലിയിലും തുടർന്നുള്ള യുദ്ധത്തിലും പോംപെ കൊല്ലപ്പെടുന്നു. സീസർ ഒരു ഏകാധിപതിയാവാൻ ശ്രമിക്കുകയാണെന്ന ദുരാരോപണം ഉന്നയിച്ചും ഗൂഢാലോചന നടത്തിയും ബ്രൂട്ടസിനെ സ്വാധീനിച്ച് കാസിയസ് ജൂലിയസ് സീസറെ കൊലപ്പെടുത്തുന്നു. തൻ്റെ പ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ ഗൂഢാലോചനാ സംഘം റോമിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നത് മാർക്ക് ആന്റണി തടയുന്നു. ഗൂഢാലോചനക്കാരെ നാടുകടത്തി കൊലപ്പെടുത്തിയ ശേഷം ജൂലിയസ് സീസറുടെ വളർത്തുമകനായ ഒക്ടാവിയസ് സീസറും മാർക്ക് ആന്റണിയും ലെപ്പിഡസും ചേർന്ന രണ്ടാമത്തെ ട്രയംവിർ ത്രിമൂർത്തി ഭരണകൂടം റോമിൽ അധികാരത്തിലെത്തുന്നു. ഒക്ടാവിയസും ആന്റണിയും തമ്മിൽ തുടക്കം മുതലേ അത്ര സൗഹൃദത്തിലല്ലായിരുന്നു. ഒക്ടാവിയസുമായുള്ള നേർക്കാഴ്ചകൾ ഒഴിവാക്കുക, സ്വന്തം സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ ആന്റണി കിഴക്കൻ രാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ട് റോമിൽ നിന്നും മാറി നിന്നു. ഈജിപ്തിലെ രാജ്ഞിയായ ക്ലിയോപാട്രയുമായി പ്രണയത്തിലായ ആന്റണിക്ക് അവളെ പിരിയുക അസാധ്യമായിരുന്നു. അതോടൊപ്പം ആന്റണിയുടെ പാർത്തിയൻ അർമേനിയൻ യുദ്ധങ്ങളിൽ ഈജിപ്ഷ്യൻ സൈന്യം അവന് സഹായകമായി വർത്തിച്ചു. പകരമായി അവൻ കീഴടക്കിയ നാടുകളുടെ ഭരണം അവൻ ക്ലിയോപാട്രയുടെ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ക്ലിയോപാട്ര മഹാനായ മാസിഡോണിയയിലെ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒപ്പമുണ്ടായിരുന്ന നേതാക്കളിൽ ഒരാളായ ടോളമിയുടെ സന്തതി പരമ്പരകളിൽ പെടുന്നു ക്ലിയോപാട്ര. BC 323 അലക്സാണ്ടറുടെ മരണശേഷം ടോളമി ഈജിപ്തിൽ പുതിയൊരു ഭരണത്തിന് തുടക്കമിടുകയായിരുന്നു. ക്ലിയോപാട്ര ഈജിപ്തിൻ്റെ തലസ്ഥാനമായ അലക്സാണ്ട്രിയയിൽ ഭരണാധികാരിയാവുന്നത് തൻ്റെ സഹോദരനൊപ്പം ഭരണം പങ്കിട്ടുകൊണ്ടായിരുന്നു. സഹോദരനുമായി ഭരണകാര്യങ്ങളിൽ യോജിപ്പിൽ എത്താൻ അവൾക്കായിരുന്നില്ല. ഇതിനിടെ ജൂലിയസ് സീസറുമായി ആഭ്യന്തര യുദ്ധത്തിലേർപ്പെട്ട പോംപെ അലക്സാണ്ട്രിയയിൽ അഭയം തേടുകയും ജൂലിയസ് സീസർ അലക്സാണ്ട്രിയ കീഴടക്കുകയും ചെയ്തു. അവിടെ വച്ച് ക്ലിയോപാട്രയുമായി പ്രണയം ആരംഭിച്ച സീസറിന് അവളിലൊരു കുഞ്ഞ് പിറന്നു, സിസേറിയോൺ. സീസറിനൊപ്പം റോമിലേക്ക് വന്ന അവൾ BC 46 മുതൽ BC 44 വരെ സീസറുടെ സഹരാജ്ഞി എന്ന രീതിയിൽ അവൻ്റെ വസതിയിൽ താമസിച്ചു. BC 44 മാർച്ചിൽ ജൂലിയസ് സീസറുടെ കൊലപാതകത്തിന് ശേഷം അവൾ ഒക്ടാവിയസ് സീസറും ആന്റണിയും ലെപ്പിഡസും നയിച്ച ത്രിമൂർത്തി സൈന്യത്തെ പിന്തുണയ്ക്കുകയും ആന്റണിയുമായി സൗഹൃദത്തിലാവുകയും ചെയ്തു. ശേഷം കഥ നാടകത്തിൽ. ഷേക്സ്പിയറുടെ മറ്റ് പല നാടകങ്ങളിലെന്നതുപോലെ ഈ നാടകവും തുടങ്ങുന്നത് രണ്ട് അപ്രധാന കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലൂടെയാണ്. ഈജിപ്തിൽ റോമൻ പട്ടാളക്കാരനായ ഡെമട്രിയസും ഫിലോയും തങ്ങളുടെ സംഭാഷണത്തിലൂടെ കഥാസാഹചര്യം അനുവാചകരിലേക്ക് എത്തിക്കുകയാണ്. അവർ തമ്മിലുള്ള ചർച്ചയിൽ അവരുടെ ജനറലും പട്ടാള മേധാവിയും
റോമാ സാമ്രാജ്യത്തിലെ 3 ഭരണാധികാരികളിൽ ഒരാളുമായ മാർക്ക് ആൻ്റണിയുടെ ക്ലിയോപാട്രയുമായുള്ള പ്രണയത്തെപ്പറ്റി വിവരിക്കുകയാണ്. ഈജിപ്തിലെ രാജ്ഞിയും കുലടയുമായ ക്ലിയോപാട്രയിൽ മതിമയങ്ങി ആൻ്റണി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്. അതോടൊപ്പം റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ ഒക്ടാവിയസ് സീസറിൻ്റെ നിർദ്ദേശങ്ങൾക്ക് ആൻ്റണി യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്ന ഒരു കുറ്റപ്പെടുത്തലും പരാതിയും കൂടി അവരുടെ സംഭാഷണത്തിലുണ്ട്. ആൻഡ് യു ഷാൽ സീ ഹിം ദ ട്രിപ്പിൾ പില്ലർ ഓഫ് ദ വേൾഡ് ട്രാൻസ്ഫോംഡ് ഇൻ എ ട്രംപറ്റ്സ് ഫൂൾ, ഫിലോ പറയുന്നു. വേദിയിലേക്ക് കടന്നു വരുന്ന ആൻ്റണിയും ക്ലിയോപാട്രയും പ്രേമസല്ലാപത്തിലാണ്. ക്ലിയോപാട്ര ചോദിക്കുന്നു അവൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. അതിന് മറുപടി പറയുന്നതിന് മുൻപേ റോമിൽ നിന്നും ആൻ്റണിക്കുള്ള സന്ദേശവുമായി സന്ദേശവാഹകരെത്തിയിരിക്കുന്നു എന്ന വാർത്തയെത്തുന്നു. എന്നാൽ പ്രേമപരവശനായ ആൻ്റണി സന്ദേശമെന്തെന്ന് കേൾക്കുവാൻ പോലും താൽപ്പര്യമെടുക്കുന്നില്ല. റോമിൽ നിന്ന് എത്തിയ സന്ദേശം എന്തെന്ന് കേൾക്കുവാൻ ആൻ്റണിയെ ഉപദേശിക്കുന്ന ക്ലിയോപാട്ര അവനെ അല്പമൊന്ന് പരിഹസിക്കുവാനും മറക്കുന്നില്ല. ചിലപ്പോൾ ആ സന്ദേശം പയ്യനായ ഒക്ടാവിയസ് സീസറുടെ കൽപ്പനകളായിരിക്കും, അല്ലെങ്കിൽ അത് ആൻ്റണിയുടെ ഭാര്യ ഫുൾവിയയുടെ ഉപദേശ സൂക്തങ്ങളായിരിക്കാം. ക്ലിയോപാട്ര ആൻ്റണിയോട് റോമിലേക്ക് തിരിച്ചു പോകാൻ ഉപദേശിക്കുന്നു. എങ്കിലും ആൻ്റണിയുടെ അഭിപ്രായത്തിൽ അവൻ്റെ കടമകളും അവന് ക്ലിയോപാട്രയോടുള്ള സ്നേഹവും അവനെ അലക്സാണ്ട്രിയയിൽ തളച്ചിടുന്നു. റോം അവനെ സംബന്ധിച്ചിടത്തോളം തീർത്തും വിലയില്ലാത്തതായി തീർന്നിരിക്കുന്നു. ലെറ്റ് റോം ഇൻ ടൈബർ മെൽറ്റ് ആൻഡ് ദ വൈഡ് ആർച്ച് ഓഫ് ദ റേഞ്ച്ഡ് എംപയർ ഫാൾ, ഹിയർ ഈസ് മൈ സ്പേസ്. ക്ലിയോപാട്രയുടെ തോഴിമാരായ ചാർമിയാനും ഇറാസും ഒരു ഭാവി പ്രവചനക്കാരനോട് അവരുടെ ഭാവിയെപ്പറ്റി അന്വേഷിക്കുന്നു. പ്രവചനക്കാരൻ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഭാവിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ കാലമാണ് വരാനിരിക്കുന്നതിനേക്കാൾ മെച്ചമായിരുന്നത്. അവർ അവരുടെ യജമാനത്തി രാജ്ഞിയേക്കാൾ വളരെ നാൾ ജീവിച്ചിരിക്കും. തോഴിമാരുടെ അടുത്തേക്കെത്തുന്ന ക്ലിയോപാട്ര ആൻ്റണി അവൻ്റെ തീരുമാനം മാറ്റിയെന്നും വീണ്ടും റോമിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയാണ് എന്നും സങ്കടത്തോടെ വിവരിക്കുന്നു. റോമിൽ നിന്നെത്തിയ സന്ദേശവാഹകൻ പറയുന്നു അവൻ്റെ ഭാര്യ ഫുൾവിയയും അവൻ്റെ സഹോദരൻ ലൂഷ്യസും ഒരു സൈന്യം രൂപീകരിച്ച് സീസറിനെതിരായി യുദ്ധം ചെയ്തു എന്നും യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നും. ആൻ്റണി റോമിലുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല, സന്ദേശവാഹകൻ പറയുന്നു. സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്ന ആൻ്റണി തന്നെ എത്രമാത്രം വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കൊള്ളുവാനും തനിക്ക് മനസ്സിലാവാത്ത തൻ്റെ തെറ്റുകൾ പറയുവാനും ആവശ്യപ്പെട്ടു. ഇതിനിടെ അവിടെ എത്തുന്ന രണ്ടാമത്തെ സന്ദേശവാഹകൻ ആൻ്റണിയുടെ ഭാര്യ ഫുൾവിയയുടെ മരണം അറിയിക്കുന്നു. ഒരിക്കൽ തൻ്റെ ഭാര്യയുടെ മരണം ആഗ്രഹിച്ചിരുന്ന ആൻ്റണി ഇപ്പോൾ അവൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ആൻ്റണിയുടെ സുഹൃത്തും സഹചാരിയുമായ ഇനോബാർബസ് അവനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഫുൾവിയയുടെ മരണം അത്രമാത്രം ദുഃഖിക്കേണ്ട ഒന്നല്ല. തൻ്റെ നിഷ്ക്രിയത്വവും ക്ലിയോപാട്രയോട് തോന്നിയ അതിരുകടന്ന ആകർഷണവുമാണ് ഈ ദുരവസ്ഥ ഉണ്ടാക്കിയത് എന്നൊരു പശ്ചാത്താപം ആൻ്റണിയുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ റോമിൽ ത്രിമൂർത്തി ഭരണകൂടത്തിൽ നിന്നും ഭരണം പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന സെക്സ്റ്റസ് പോംപെയുമായി ഉഗ്രയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നതിൽ അപമാനം തോന്നിയ ആൻ്റണി ക്ലിയോപാട്രയെ പിരിഞ്ഞ് റോമിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിക്കുന്നു. ആൻ്റണിയെ കൂട്ടിക്കൊണ്ടുവരുവാനായി ക്ലിയോപാട്ര തൻ്റെ സേവകനെ അയക്കുന്നു. ആൻ്റണി വേദിയിലേക്ക് കടന്നു വരുമ്പോൾ
ക്ലിയോപാട്ര മോഹാലസ്യപ്പെട്ട് വീഴുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് അലമുറയിടുന്നു. ഫുൾബിയയുടെ അനുവാദത്തോടു കൂടിയായിരുന്നോ ആൻ്റണി ഈജിപ്തിലേക്ക് വന്നത്? അവൾ എന്നെങ്കിലും അവനെ അതിന് അനുവദിക്കുമായിരുന്നു. സ്വന്തം ഭാര്യയെ വഞ്ചിച്ച ഒരുവനെ വിശ്വസിക്കുവാൻ തനിക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത്? റോമിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളെക്കുറിച്ചും അവൻ്റെ ഭാര്യ ഫുൾബിയയുടെ മരണത്തെക്കുറിച്ചും ക്ലിയോപാട്രയോട് പറയുന്ന അവൻ അവളുടെ മരണത്തിൽ അല്പം പോലും സങ്കടപ്പെടുന്നില്ല എന്നത് ശ്രദ്ധിക്കുന്ന ക്ലിയോപാട്ര പറയുന്നു, ഞാൻ മരിച്ചാലും അവൻ അല്പം പോലും സങ്കടപ്പെടില്ലായിരിക്കും. സ്നേഹത്തിൻ്റെ തീവ്രതയെപ്പറ്റിയും ആഴത്തെപ്പറ്റിയും എല്ലാം അവർ സംസാരിക്കുന്നു. അവസാനം ആൻ്റണി അവളോട് യാത്ര പറഞ്ഞു പിരിയുന്നു. അകലെയായിരുന്നാലും അവരുടെ സ്നേഹം നിലനിൽക്കും എന്ന പ്രതീക്ഷയോടെ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ നാടകത്തിൻ്റെ രംഗങ്ങൾ റോമിലും ഈജിപ്തിലും ഗ്രീസിലും ഒക്കെ മാറി മാറിയാണ് അരങ്ങേറുന്നത്. റോം പടിഞ്ഞാറിനെ പ്രതിനിധീകരിക്കുമ്പോൾ അലക്സാണ്ട്രിയയും ഈജിപ്തും ഒക്കെ സാംസ്കാരിക വളർച്ചയിൽ പിന്നിൽ നിൽക്കുന്ന, വിവേകത്തേക്കാൾ വികാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കിഴക്കിൻ്റെ പ്രതീകമാണ്. അടുത്ത രംഗം റോമിലാണ്. ത്രിമൂർത്തികളിൽ ഒരാളായ ലിപ്പിഡസിനോട് ഒക്ടാവിയസ് സീസർ മൂന്നാമനായ ആൻ്റണിയെപ്പറ്റി പരാതി പറയുന്നു. ഒരു രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയും എന്ന നിലയിൽ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പാടെ മറന്നുകൊണ്ട് അവൻ രാജ്യത്തോടും സഹ ഭരണാധികാരികളോടും ഉള്ള കടമകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ അവൻ്റെ പൗരുഷം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ആരോപണത്തിനെതിരായി ആൻ്റണിയെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയാണ് ലിപ്പിഡസ്. അവൻ ഭരണകാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള പ്രധാന കാരണം അവന് മീൻപിടുത്തത്തിലും കള്ളുകുടിയിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിലുമുള്ള അവൻ്റെ അതിയായ താൽപ്പര്യമാണ്. ഈ സ്വഭാവ വൈകല്യങ്ങൾ എല്ലാം തന്നെയും അവന് പാരമ്പര്യമായി ലഭിച്ചതാണ്. അക്കാര്യത്തിൽ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ന്യായീകരണങ്ങൾ ഒന്നും തന്നെ ഒക്ടാവിയസ് സീസറിന് വിശ്വാസമാകുന്നില്ല. രാജ്യം വളരെ നിർണായകമായ ഒരു അടിയന്തര സാഹചര്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈജിപ്തിൽ ആർഭാടമായി ഉല്ലസിച്ച് തിമർക്കുന്നതിന് എന്തധികാരമായിരുന്നു ആൻ്റണിക്കുണ്ടായിരുന്നത്? പോംപെയുടെ സൈന്യം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെന്നും സീസറോടുള്ള ഭയം മൂലം മാത്രം സീസറുടെ പാളയത്തിലുണ്ടായിരുന്ന പല ഇടപ്രഭുക്കന്മാരും ഇന്നിപ്പോൾ പോംപെയ്ക്ക് സഹായവുമായി എത്തിയിട്ടുണ്ടെന്നുമുള്ള വാർത്തയുമായി ഒരു സന്ദേശവാഹകൻ അവിടേക്ക് കടന്നുവരുന്നു. ഒരു പടയാളി എന്ന നിലയിലും സേനാനായകൻ എന്ന നിലയിലുമുള്ള ആൻ്റണിയുടെ കഴിവുകളെപ്പറ്റി പറയുന്ന സീസർ ആൻ്റണിയുടെ അഭാവത്തെപ്പറ്റി പരിതപിക്കുന്നു. പോംപെയ്ക്കെതിരായി തങ്ങളുടെ സൈന്യത്തെ ശക്തമാക്കുവാൻ സീസറും ലിപ്പിഡസും ചേർന്ന് തീരുമാനിക്കുന്നു. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ക്ലിയോപാട്രയുടെ കൊട്ടാരത്തിൽ ക്ലിയോപാട്ര തൻ്റെ പരിചാരിക ചാർമിയാനോട് താൻ ഇപ്പോൾ തന്നെ ആൻ്റണിയുടെ അഭാവത്തിൽ ദുഃഖിതയാണ് എന്ന് പറയുന്നു. അവൻ ഇപ്പോൾ എന്തെടുക്കുകയായിരിക്കും? അവനും ഇപ്പോൾ തന്നെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കുമോ? മറ്റൊരു പരിചാരകൻ അലക്സാസ് ക്ലിയോപാട്രയ്ക്ക് ആൻ്റണിയുടെ സമ്മാനമായ സുന്ദരമായ ഒരു മുത്തുമായി കടന്നു വരുന്നു. അവൻ അവളോട് പറയുന്നു, ആൻ്റണി ഈജിപ്തിൻ്റെ തീരത്തു നിന്നും യാത്ര തിരിക്കുന്നതിന് മുൻപായി ആ മുത്തുമണി ഗാഢമായി ചുംബിക്കുകയും അത് തൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായി ക്ലിയോപാട്രയ്ക്ക് എത്തിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. അവൾ ചോദിക്കുന്നു, യാത്ര പുറപ്പെടുമ്പോൾ ആൻ്റണി സന്തോഷവാനായിരുന്നോ അതോ അവന് സങ്കടമായിരുന്നു? അലക്സാസ് പറയുന്നു, രണ്ടുമല്ലായിരുന്നു. അവൻ സന്തോഷമോ സങ്കടമോ പ്രകടിപ്പിച്ചില്ല. അവൻ അവൻ്റെ സങ്കടം പുറത്തു കാണിച്ചിരുന്നെങ്കിൽ
അത് അവൻ്റെ അനുയായികളുടെയും സഹയാത്രികരുടെയും ആവേശം തണുപ്പിച്ച് കളയുമായിരുന്നേനെ. അതുപോലെ തന്നെ അവൻ അമിത സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ അത് അവരെയും അവൻ്റെ റോമിലേക്ക് തിരിച്ചു പോകാമെന്ന തീരുമാനത്തെയും പരിഹസിക്കുന്നതായി അവർക്ക് തോന്നിയേനെ. അവൾ പറഞ്ഞു, അലക്സാസിനെ വിളിച്ച് 50 സന്ദേശവാഹകരെ തയ്യാറാക്കി നിർത്തുവാൻ അവൾ ആവശ്യപ്പെടുന്നു. ആൻ്റണി ഇല്ലാത്ത അവൻ റോമിലായിരിക്കുന്ന ഓരോ ദിവസവും ഓരോ കത്ത് വീതം എഴുതി അവന് എത്തിച്ചു കൊടുക്കുവാൻ. ആവശ്യമെങ്കിൽ ഈജിപ്തിലെ ഓരോ പൗരനെയും ഓരോ മനുഷ്യജീവിയെയും സന്ദേശവാഹകരായി മാറ്റുക. പോംബെ സൈനിക ക്യാമ്പിൽ തൻ്റെ സേനാധിപന്മാരായ മേനിക്രാറ്റിസും മെനാസുമായി യുദ്ധ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ത്രിമൂർത്തികളെ പരാജയപ്പെടുത്താമെന്ന കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസത്തിൽ ആണ് അവൻ. കാരണം നാവികപ്പടയുടെ കാര്യമെടുത്താൽ അവൻ്റെ സൈന്യം ഒരു അനിഷേധ്യ ശക്തിയാണ്. അവനാണ് സമുദ്രത്തിൻ്റെ ആ ഭാഗത്തെ നിയന്ത്രിക്കുന്നത് തന്നെ. അതോടൊപ്പം തന്നെ റോമിലെ ജനങ്ങൾക്കിടയിൽ അത്ര മോശമല്ലാത്ത അഭിപ്രായമാണ് അവനെപ്പറ്റിയുള്ളത്. അതുപോലെ തന്നെ ഒരു ഭീഷണിയായി കരുതേണ്ട മാർക്ക് ആൻ്റണി ഇപ്പോഴും ഈജിപ്തിൽ തന്നെയാണ്. ഒക്ടാവിയസ് സീസറും ലിപ്പിഡസും കൂടി വലിയൊരു സൈന്യം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് മെനാസ് പറയുന്നു. അപ്പോഴാണ് വാരിയസ് എന്നു പേരായ ഒരു പട്ടാളക്കാരൻ കടന്നുവന്ന് ആൻ്റണി റോമിൽ എത്തിക്കഴിഞ്ഞു എന്ന വാർത്ത അറിയിക്കുന്നത്. സീസറും ആൻ്റണിയും തമ്മിലുള്ള ശത്രുത ആളിക്കത്തി. ത്രിമൂർത്തികളായ അവർ തമ്മിൽ യുദ്ധത്തിൽ കലാശിച്ചേക്കാമെന്ന് മെനാസ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പൊതുശത്രുവിനെ നേരിടുമ്പോൾ അത്തരം ശത്രുതകളൊക്കെ അവർ മറക്കും എന്ന കാര്യത്തിൽ പോംബെയ്ക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ലെപ്പിഡസ് ആൻ്റണിയുടെ അനുചരനും സുഹൃത്തുമായ ഇനോബാർബസിനോട് ആൻ്റണിയെ ഉപദേശിക്കുവാൻ ആവശ്യപ്പെടുന്നു. ആൻ്റണി സീസറിനോട് ഇടപെടുമ്പോൾ വളരെ മാന്യവും ശാന്തവുമായ ഭാഷ ഉപയോഗിക്കണമെന്ന്. ആൻ്റണി ഒരു മഹാനായ വ്യക്തി സംസാരിക്കുന്നത് പോലെ, അങ്ങനെ ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പോലെ സത്യസന്ധമായും തുറന്നും സംസാരിക്കുമെന്ന് ഇനോബാർബസ് ഉറപ്പു നൽകുന്നു. ആൻ്റണിയും സീസറും പരിവാരങ്ങളോടെ കടന്നുവന്ന് ചർച്ചകൾക്കായി ആസനസ്ഥരാകുന്നു. ആൻ്റണിയുടെ ഭാര്യ ഫുൾവിയയുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ ലഹള ഉണ്ടായതിനെപ്പറ്റിയും സീസറുടെ സന്ദേശവാഹകരെ അലക്സാണ്ട്രിയയിൽ നിന്നും അവരുടെ സന്ദേശം ഒന്ന് കേൾക്കുക പോലും ചെയ്യാതെ തിരിച്ചയച്ചതിനെപ്പറ്റിയും സീസർ പരാതിപ്പെടുന്നു. തൻ്റെ സഹഭരണാധികാരികൾക്ക് ത്രിമൂർത്തികൾക്ക് അവശ്യഘട്ടങ്ങളിൽ സൈനിക പിന്തുണ നൽകുക എന്ന ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ആൻ്റണി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. സീസറുടെ ആരോപണങ്ങളെ ആൻ്റണി നിരാകരിക്കുന്നു. ഇത്തരുണത്തിൽ സീസറുടെ അനുയായിയായ മാനോസ് ഇടപെട്ട് ഈ ചെറുവഴക്കുകൾ തൽക്കാലം മാറ്റിവെച്ച് പോംബെയെ എങ്ങനെ നേരിടാം എന്ന കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു. സീസറുടെ മറ്റൊരനുയായിയായ അഗ്രിപ്പായ്ക്ക് മറ്റൊരു നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. ആൻ്റണി സീസറുടെ സഹോദരി ഒക്ടാവിയയെ വിവാഹം കഴിക്കട്ടെ. അങ്ങനെയായാൽ ആ ബന്ധത്തിലൂടെ അവരുടെ സുഹൃത്ത് ബന്ധം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുവാനാവും. ആൻ്റണി വിവാഹത്തിന് സമ്മതിക്കുന്നു. ഭാവിയിൽ സഹോദര സ്നേഹത്തിന് തുല്യമായ സൗഹൃദം ഉറപ്പു നൽകുന്ന രണ്ടുപേരും പോംബെയ്ക്കെതിരായി സൈന്യനീക്കം നടത്താമെന്ന തീരുമാനമെടുത്ത് പിരിയുന്നു. അഗ്രിപ്പയുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഇനോബാർബസ് ഈജിപ്തിലെ സന്തോഷകരമായ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നു. ആൻ്റണി ആദ്യം ഈജിപ്തിലെത്തിയപ്പോൾ അവനെ സ്വീകരിക്കുവാനെത്തിയ ക്ലിയോപട്രയെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ സ്നേഹദേവതയായ വീനസിനോടാണ് ഇനോബാർബസ് ഉപമിച്ചത്.
ഒക്ടാവിയയെ വിവാഹം ചെയ്തു എങ്കിൽ പോലും ആൻ്റണി ക്ലിയോപാട്രയെ ഉപേക്ഷിക്കുക ദുഷ്കരമായിരിക്കും, ഇനോബാർബസ് അഭിപ്രായപ്പെടുന്നു. ഇനോബാർബസ് ക്ലിയോപാട്രയുടെ സൗന്ദര്യം വിശദീകരിക്കുന്നു. ഏജ് കനോട്ട് വിതർ ഹെർ നോർ കസ്റ്റം സ്റ്റൈൽ ഹെർ ഇൻഫിനിറ്റ് വെറൈറ്റി അതർ വിമൻ ക്ലോയ് ദ ആപ്പിറ്റൈറ്റ്സ് ദൈ ഫീഡ് ബട്ട് ഷീ മേക്സ് ഹംഗ്രി വേർ ഷീ മോസ്റ്റ് സാറ്റിസ്ഫൈസ്. കാലത്തിനവളെ ഉണക്കുവാനാവില്ല, കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങുകയുമില്ല അവളുടെ അനശ്വരമായ സൗന്ദര്യം. മറ്റു സ്ത്രീകൾ വൈകാരിക തൃഷ്ണകളുടെ വിശപ്പിനെ ശമിപ്പിക്കുകയാണെങ്കിൽ ക്ലിയോപാട്ര അവൾ ശമിപ്പിക്കുന്ന മൃഗതൃഷ്ണകൾ വീണ്ടും വീണ്ടും നേടുവാനുള്ള അദമ്യമായ ആവേശം നിറയ്ക്കുന്നു. ഇനോബാർബസിൻ്റെ നിരീക്ഷണം. ആൻ്റണി പ്രതിശ്രുത വധുവായ ഒക്ടാവിയയ്ക്ക് ഉറപ്പ് നൽകുന്നു. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി അവന് പലപ്പോഴും ദൂരയാത്രകൾ ചെയ്യേണ്ടി വരികയും അവളിൽ നിന്ന് അകന്ന് കഴിയേണ്ടി വരികയും ചെയ്തേക്കാം. എന്നിരുന്നാലും അവൻ്റെ മുൻകാല ജീവിതത്തിലേതുപോലെയുള്ള ലൈംഗിക മര്യാദകേടുകൾ ഒഴിവാക്കിക്കൊള്ളാം. ഒക്ടാവിയയും ഒക്ടാവിയസ് സീസറും യാത്ര പറഞ്ഞു പിരിയുമ്പോഴേക്കും അവിടേക്കെത്തുന്ന ഒരു ഈജിപ്ഷ്യൻ ഭാവി പ്രവാചകൻ ആൻ്റണി ഈജിപ്തിലേക്ക് തിരിച്ചു പോകും എന്ന് പ്രവചിക്കുന്നു. ആൻ്റണി ചോദിക്കുന്നു, അവൻ്റെ ഭാവിയാണോ സീസറിൻ്റെ ഭാവിയാണോ മെച്ചപ്പെട്ടത്? ആൻ്റണിയെപ്പറ്റി ഒന്നും തന്നെ പറയാതെ പ്രവചനക്കാരൻ പറയുന്നു, സീസറിൻ്റേത് ശോഭനമായ ഉയർച്ചയുടേതാണെന്ന്. ആൻ്റണി റോമിൽ താമസിക്കുന്നിടത്തോളം ആൻ്റണിക്ക് വളർച്ചയുണ്ടാവില്ല. അവൻ എപ്പോഴും ഒക്ടാവിയസ് സീസറുടെ നിഴലിലായിരിക്കും. സീസറുമായി അല്പം അകലം പാലിക്കുന്നതായിരിക്കും നല്ലത്. അവൻ്റെ അഭിപ്രായങ്ങൾ കുറേയൊക്കെ ശരിയാണല്ലോ എന്ന് ആൻ്റണിക്ക് തോന്നി. ആൻ്റണി കിഴക്ക് ഈജിപ്തിലേക്ക് അവൻ്റെ സന്തോഷങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. അതിനുള്ള പ്രാരംഭം എന്ന പോലെ പാർത്തിയ രാജ്യത്തിനെതിരായി യുദ്ധത്തിന് തയ്യാറെടുക്കാൻ അവൻ്റെ പട്ടാളക്കാർക്ക് നിർദ്ദേശം നൽകുന്നു. ഇതിനിടെ മിസേനിയം മലയുടെ അടുത്ത് വെച്ച് പോംപെയുടെ സൈന്യവുമായി ഏറ്റുമുട്ടാമെന്ന തീരുമാനത്തിൽ ലെപ്പിഡസും അഗ്രിപ്പയും മെനാസും സേനാമുന്നേറ്റം നടത്തുന്നു. ഈ സമയം അങ്ങ് ദൂരെ ഈജിപ്തിൽ തോഴിമാരായ ചാർമിയാനും മാർസിയാനുമൊപ്പം തമാശകൾ പറഞ്ഞിരിക്കുമ്പോഴാണ് ഗൗരവ മുഖഭാവവുമായി റോമിൽ നിന്നും ഒരു സന്ദേശവാഹകൻ എത്തുന്നത്. സന്ദേശവാഹകൻ്റെ മുഖഭാവം കണ്ട് ക്ലിയോപാട്ര അരുതാത്തതെന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് ഭയപ്പെടുന്നു. ആൻ്റണി മരിച്ചു പോയിട്ടുണ്ടാവുമോ? അങ്ങനെയെങ്കിൽ അവൾക്കത് താങ്ങുവാനാവുകയില്ല, സന്ദേശവാഹകൻ പറയുന്നു. ആൻ്റണിക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല, സുഖമായിരിക്കുന്നു. പക്ഷേ അവൻ ഒക്ടാവിയയെ വിവാഹം കഴിച്ചിരിക്കുന്നു. തന്നെക്കാളും വളരെ താഴെക്കിടയിലുള്ള തൻ്റെ സ്വന്തം പ്രജയാണെങ്കിൽ പോലും വാർത്ത കേട്ട് ക്ലിയോപാട്രയ്ക്ക് ആ സന്ദേശവാഹകനായ പട്ടാളക്കാരൻ്റെ മുഖത്ത് ആഞ്ഞടിക്കാതിരിക്കാനായില്ല. കോപമടങ്ങിയ ക്ലിയോപാട്ര റോമിലെത്തി ഒക്ടാവിയയെ കണ്ട് അവൾ സുന്ദരിയാണോ എന്നും അവളുടെ സ്വഭാവം എന്തെന്നും അറിഞ്ഞു വരുവാനായി സന്ദേശവാഹകന് നിർദ്ദേശം നൽകുന്നു. പോംപെയുമായി യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായി ത്രിമൂർത്തികളും പോംപെയുമായി ഒരു ചർച്ച നടക്കുന്നു. ജൂലിയസ് സീസറുമായുണ്ടായ യുദ്ധത്തിൽ തൻ്റെ പിതാവ് മരണമടഞ്ഞതിന് പ്രതികാരം ചെയ്യുവാനാണ് താൻ യുദ്ധത്തിന് എത്തിയിരിക്കുന്നത് എന്ന് പോംപെ പറയുന്നു. നാവികസേനയുടെ കാര്യത്തിൽ പോംപെയുടെ സൈന്യത്തിന് അല്പം മുൻതൂക്കം ഉണ്ടെങ്കിൽ പോലും കരസേനയുടെ കാര്യത്തിൽ റോമൻ സൈന്യത്തിനാണ് മുൻതൂക്കം. ഒരു യുദ്ധമുണ്ടായാൽ തങ്ങൾക്ക് പോംപെയെ അനായാസമായി പരാജയപ്പെടുത്തുവാൻ കഴിയും, ആൻ്റണി പറയുന്നു.
ത്രിമൂർത്തികൾക്ക് വേണ്ടി ആന്റണി ഒരു സമാധാന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. കടലിൽ നിന്നും കടൽ കൊള്ളക്കാരെ ഉന്മൂലനം ചെയ്യുകയും റോമിലെ ഭരണകൂടത്തിന് നികുതി എന്ന നിലയിൽ കപ്പം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ യുദ്ധമൊന്നും കൂടാതെ അവന് സിസിലിയുടെയും സാർഡീനിയയുടെയും ഭരണം വിട്ടുകൊടുക്കാം. പോംബെ ഈ നിർദ്ദേശത്തോട് അനുകൂലിക്കുന്നു. ആന്റണിയും പോംബെയും കൈകൊടുത്ത് സമാധാനം ഉറപ്പിക്കുന്നു. പോംബെ ട്രയംവീറുകളെ ആഘോഷമായ ഭക്ഷണത്തിനായി അവൻ്റെ കപ്പലിലേക്ക് ക്ഷണിക്കുന്നു. അവർ പോയി കഴിയുമ്പോൾ വേദിയിൽ ഇനോബാർബസും മെനാസും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്ടോവിയയുമായുള്ള ആന്റണിയുടെ വിവാഹത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നു. സംസാരത്തിനിടയിൽ ഇനോബാർബസ് പറയുന്നു, ആന്റണി തിരികെ ഈജിപ്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണെന്ന്. വേദിയിൽ പോംബെയുടെ കപ്പലിനുള്ളിൽ ചില പരിചാരകർ പോംബെയുടെ അത്താഴ വിരുന്നിനെപ്പറ്റിയും ലെപ്പിഡസ് പാർട്ടിയിൽ മദ്യപിച്ച് മത്തനായതിനെപ്പറ്റിയും സംസാരിക്കുന്നു. പോംബെയും അവൻ്റെ അതിഥികളായ ത്രിമൂർത്തികളും വേദിയിലേക്ക് കടന്നു വരുന്നു. ആന്റണി പോംബെയ്ക്ക് നൈൽ നദിയുടെ പ്രത്യേകതകൾ വിവരിച്ചു കൊടുക്കുകയാണ്. മദ്യപിച്ച് ബോധമില്ലാതെ നൈൽ നദിയിലെ മുതലകൾ ചെളിയിൽ നിന്നും സ്വയം ഉണ്ടാവുകയാണെന്ന് വിവരിക്കുന്ന ലിപ്പിഡസ് ആന്റണിയോട് ഒരു മുതലയുടെ രൂപം എന്താണെന്ന് വിവരിക്കുവാൻ ആവശ്യപ്പെടുന്നു. ആന്റണി തമാശയായി മുതലയുടെ രൂപം വർണ്ണിക്കുന്നു. സർ, അത് അതിനെപ്പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ വലിപ്പം അതിനെത്രമാത്രം ശ്വാസം എടുക്കാനാവുമോ അത്രമാത്രമാണ്. ഏതാണ്ട് ബലൂൺ പോലെ. പോംബെയുടെ സേനാനായകനായ മീനാസ് പോംബെയോട് രഹസ്യം പറയുന്നു. നമുക്കിപ്പോൾ ത്രിമൂർത്തികളെയുമായി കപ്പലോടിച്ച് കടലിന് നടുവിലേക്ക് പോയി ഇപ്പോൾ മദ്യപിച്ച് മത്തരായിരിക്കുന്ന അവരെ കൊലപ്പെടുത്തിയാൽ വിശാലമായ പടിഞ്ഞാറൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം കൈയടക്കുവാൻ സാധ്യമാണ്. പോംബെ പറയുന്നു, ഞാൻ അറിയാതെ, എൻ്റെ അറിവ് കൂടാതെ നീ അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിന്നെ പ്രശംസിച്ചേനെ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം എൻ്റെ അറിവോടുകൂടി സംഭവിക്കുവാനിടയായാൽ അത് എൻ്റെ സൽപ്പേരിന് കളങ്കമാണ്. ദിസ് thou shouldst have done and not have spoke on it. In me it is villainy. Being done unknown, I should have found it afterwards well done, but must condemn it now. പോംബെ തിരികെ ത്രിമൂർത്തികളുടെ ഒപ്പം മദ്യപാനാഘോഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. അല്പമകലെ മാറി നിന്ന് മേനാസ് ദേഷ്യത്തോടെ ആത്മഗതം ചെയ്യുന്നു. അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് വില നൽകാത്ത പോംബെയെ അവൻ വെറുക്കുന്നു. അവൻ പോംബെയുടെ സേവനത്തിൽ തുടരുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ആന്റണിയുടെ നിർദ്ദേശപ്രകാരം പാർത്തിയയിൽ യുദ്ധം ചെയ്യുന്ന വെൻറ്റീഡിയസ് പാർത്തിയൻ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും അവിടുത്തെ രാജാവിൻ്റെ മകനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. വെൻറ്റീഡിയസിൻ്റെ സഹായികളിൽ ഒരാൾ അവനോട് പറയുന്നു, യുദ്ധം അല്പം കൂടി ശക്തമാക്കിയാൽ കൂടുതൽ അഭിമാനകരമായ വിജയങ്ങൾ നേടാനാവുമെന്ന്. അതിനവൻ പറയുന്ന മറുപടി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും അർത്ഥവത്തായിരിക്കുമെന്ന് തോന്നുന്നു. വെൻറ്റീഡിയസ് പറയുന്നു, അവൻ വലിയ വിജയങ്ങൾ നേടിയാൽ ആന്റണിക്ക് അവനോട് അസൂയ തോന്നിയേക്കാമെന്നും അതുവഴി ആന്റണിക്ക് അവനോടുള്ള പ്രത്യേക താൽപ്പര്യം കുറഞ്ഞ് അവന് ആന്റണിയുടെ കീഴിൽ ഉന്നത സ്ഥാനങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാമെന്നും. വെൻറ്റീഡിയസ് സൈനിക മുന്നേറ്റം നിർത്തിവെച്ച് തൻ്റെ വിജയത്തെപ്പറ്റിയും യുദ്ധത്തിൽ താൻ ഇതുവരെ ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ചും ആന്റണിക്ക് കത്തയക്കുന്നു. പോംബെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞു. ഇനോബാർബസും അഗ്രിപ്പയും രാഷ്ട്രീയ സ്ഥിതിഗതികളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒക്ടാവിയസ് സീസറും സീസറുടെ സഹോദരി ഒക്ടാവിയയും കടന്നു വരുന്നു. തങ്ങൾ അടുത്തു തന്നെ തമ്മിൽ പിരിയേണ്ടി വരുമല്ലോ എന്ന സങ്കടത്തിലാണ് അവർ.
ഇപ്പോഴും തലേന്നത്തെ മദ്യപാനത്തിൻ്റെ ഹാങ് ഓവറിൽ നടക്കുന്ന ലെപ്പിഡസിനെപ്പറ്റി അഗ്രിപ്പയും ഇനോബാർബസും പരിഹാസവാക്കുകൾ പറയുന്നു. ലെപ്പിഡസും ആൻ്റണിയും സീസറും ഒക്ടാവിയയും സ്റ്റേജിൽ. ഒക്ടാവിയസ് സീസർ അവൻ്റെ സഹോദരി ഭർത്താവായി കഴിഞ്ഞ ആൻ്റണിയോടും സഹോദരി ഒക്ടാവിയയോടും യാത്ര പറയുന്നു. ഒക്ടാവിയയെ സങ്കടപ്പെടുത്തുകയോ അവളോട് മോശമായി പെരുമാറുകയോ ചെയ്ത് തങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിനിടയിൽ ഒരു ആപ്പ് വയ്ക്കരുത്, സീസർ ആൻ്റണിയോട് പറയുന്നു. സീസറിനെയും ലെപ്പിഡസിനെയും റോമിൻ്റെ ഭരണമേൽപ്പിച്ച് ആൻ്റണി യാത്രയാവുന്നു. ഈജിപ്തിൽ ക്ലിയോപാട്രയുടെ അടുത്ത് സന്ദേശവാഹകൻ തിരിച്ചെത്തുന്നു. ഒക്ടാവിയ ക്ലിയോപാട്രയേക്കാളും പൊക്കം കുറഞ്ഞവളും തളർന്ന ജീവനില്ലാത്ത ശബ്ദത്തിന് ഉടമയുമാണെന്ന് അവൻ അവളെ അറിയിക്കുന്നു. ആൻ്റണിയുടെ പുതിയ ഭാര്യ പൊക്കവും ബുദ്ധിയും കുറഞ്ഞവളാണെന്ന നിഗമനത്തിലെത്തുന്ന ക്ലിയോപാട്ര സന്തോഷവതിയാവുന്നു. അവൾക്കറിയാം എടുത്തു പറയത്തക്ക സൗന്ദര്യമോ ബുദ്ധിയോ ഇല്ലാത്ത ഒക്ടാവിയയ്ക്കൊപ്പം അധികകാലം സന്തോഷവാനായിരിക്കുവാൻ ആൻ്റണിക്കാവില്ലെന്ന്. നല്ല വാർത്തകൾ എത്തിച്ച സന്ദേശവാഹകന് സ്വർണ്ണനാണയങ്ങൾ സമ്മാനമായി നൽകിയ അവൾ മുൻപ് അവനോട് മോശമായി പെരുമാറിയതിന് ക്ഷമ ചോദിക്കുന്നു. അവൾ തൻ്റെ തോഴിമാരോട് ആൻ്റണി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. തങ്ങൾ റോമിൽ നിന്നും പോന്നതിനു ശേഷം പോംപെയുമായി ആൻ്റണി ഉണ്ടാക്കിയ കരാർ കാറ്റിൽ പറത്തിക്കൊണ്ട് പോംപെയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ മോശക്കാരനാക്കിയിരിക്കുകയാണ് സീസർ എന്ന് ആൻ്റണി ഒക്ടാവിയോയോട് പരാതിപ്പെടുന്നു. കേൾക്കുന്നതെല്ലാം അതേപടി വിശ്വസിക്കേണ്ടതില്ലെന്നും തൻ്റെ സഹോദരനുമായി സമാധാനത്തിൽ കഴിയുവാനും ഒക്ടാവിയ ആൻ്റണിയോട് ആവശ്യപ്പെടുന്നു. ആൻ്റണിയും സീസറും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ആരെയാണ് അവൾ പിന്തുണയ്ക്കേണ്ടത് എന്ന് അവൾക്കറിയില്ല. അവൻ്റെ അന്തസ്സ് നിലനിർത്താനായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് താൻ ചെയ്തുകൊള്ളാം. അന്തസ്സും അഭിമാനവും ഇല്ലെങ്കിൽ പിന്നെ ആൻ്റണി അല്ലാതായിപ്പോവും, ആൻ്റണി പറയുന്നു. റോമിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇനോബാർബസും മറ്റു പടയാളികളുമായി ചർച്ച ചെയ്യുന്നു. സീസർ ലെപ്പിഡസിൻ്റെ സൈന്യത്തിൻ്റെ സഹായത്തോടെ പോംപെയെ തോൽപ്പിച്ച് കൊലപ്പെടുത്തുന്നു. എന്നാൽ വിജയത്തിൽ പിടിച്ചെടുത്ത സമ്പത്ത് തൻ്റെ സഹഭരണാധികാരിയും സഹായിയുമായ ലെപ്പിഡസുമായി പങ്കുവയ്ക്കുവാൻ തയ്യാറാവുന്നതിന് പകരം ഗൂഢാലോചന ആരോപിച്ച് സീസർ അവനെ തടങ്കലിലാക്കി. ആൻ്റണി സീസറിനെതിരായി പടയൊരുക്കുന്നതിനായി അവൻ്റെ നാവികസേനയുമായി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. റോമിൽ സീസർ ആൻ്റണിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ആൻ്റണി ഈജിപ്തിലേക്ക് പോയത് മറ്റൊന്നിനുമല്ല, ക്ലിയോപാട്രയുടെ ഒപ്പം അവളുടെ രാജാവ് ചമഞ്ഞിരിക്കുവാനാണ്. ആൻ്റണി മധ്യപൂർവ്വദേശത്തെ അധികാരം മുഴുവൻ അവൾക്ക് നൽകിക്കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അവൻ അവളെ സിറിയ, സൈപ്രസ് തുടങ്ങിയ നാടുകളുടെയെല്ലാം രാജ്ഞിയായി അവരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ പോംപെയിൽ നിന്നും ലിപ്പിഡസിൽ നിന്നും പിടിച്ചെടുത്ത രാജ്യങ്ങളുടെ തുല്യമായ പങ്ക് ലഭിച്ചില്ല എന്ന കാര്യത്തിൽ ആൻ്റണി തന്നോട് നീരസത്തിലാണ്. ആൻ്റണി പിടിച്ചെടുത്ത അർമേനിയ പോലുള്ള രാജ്യങ്ങളുടെ തനിക്ക് അവകാശപ്പെട്ട ഭാഗം ആൻ്റണി തനിക്ക് നൽകുകയാണെങ്കിൽ താൻ പിടിച്ചെടുത്ത രാജ്യഭാഗങ്ങൾ ആൻ്റണിയുമായി പങ്കുവയ്ക്കുവാൻ താനും തയ്യാറാണ്. അതിന് ആൻ്റണി അനുകൂലിക്കാൻ സാധ്യത കുറവാണെന്ന് സീസറുടെ ഉപദേശകൻ പറയുന്നു. അപ്പോഴേക്കും ഒക്ടാവിയ കടന്നു വരുന്നു. ആൻ്റണിയുടെ ഭാര്യയായ അവൾ ഒറ്റയ്ക്ക് ആഘോഷങ്ങളും അനുയായികളുമില്ലാതെ ഒരു സാധാരണ ജോലിക്കാരിയെപ്പോലെ യാത്ര ചെയ്യേണ്ടി വന്നതിനെപ്പറ്റി പരിതപിക്കുന്ന സീസർ ആൻ്റണി ഈജിപ്തിൽ ക്ലിയോപാട്രയുടെ അടുത്തെത്തിക്കഴിഞ്ഞു എന്നും അവിടെ അവൻ റോമിനെതിരായി പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്ടാവിയയെ അറിയിക്കുന്നു.
മനസ്സ് തകർന്ന ഒക്ടാവിയയോട് ഓരോ റോമൻ പൗരൻ്റെയും സ്നേഹവും സഹാനുഭൂതിയും അവളോടൊപ്പമാണെന്ന് സീസറുടെ സഹായിയായ മസേനാസ് ഉറപ്പ് നൽകി അവളെ ആശ്വസിപ്പിക്കുന്നു. ആൻ്റണിക്കൊപ്പം നിന്ന് യുദ്ധം നയിക്കാൻ തയ്യാറെടുക്കുന്ന ക്ലിയോപാട്രയോട് അവളുടെ സമീപ്യം ആൻ്റണിയെ അലോസരപ്പെടുത്തുമെന്നും അവൻ്റെ ശ്രദ്ധ യുദ്ധത്തിൽ നിന്നും അവളുടെ സൗന്ദര്യത്തിലേക്ക് വഴിതെറ്റിപ്പോകുമെന്നും പറഞ്ഞ് ഇനോബാർബസ് അവളെ തടയുവാൻ ശ്രമിക്കുന്നു. ആൻ്റണി തൻ്റെ ജനറൽമാരോട് സീസറിൻ്റെ സൈന്യത്തെ കടലിൽ വച്ച് നേരിടാം എന്ന് അഭിപ്രായപ്പെടുന്നു. ഇനോബാർബസും മറ്റ് ജനറൽമാരും ആൻ്റണിയോട് പറയുന്നു, നമ്മുടെ കരസേന ശക്തമാണെങ്കിലും നാവികസേനാ ശക്തിയുടെ കാര്യത്തിൽ നാം സീസറേക്കാൾ വളരെ പിന്നിലാണ്. അവരുടെ നിർദ്ദേശങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ ആൻ്റണി തൻ്റെ നാവികസേനയെ തയ്യാറാക്കുവാൻ പുറപ്പെടുന്നു. മറ്റൊരു പട്ടാളക്കാരനും പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള നാവികയുദ്ധം ഒഴിവാക്കുവാനും കരസേനാ യുദ്ധത്തിൽ വിജയിക്കുവാനാവുമെന്നും പറഞ്ഞ് ആൻ്റണിയെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആൻ്റണി തൻ്റെ മുൻ തീരുമാനവുമായി മുന്നോട്ട് തന്നെയാണ്. ആൻ്റണിയുടെ ജനറലായ കമീഡിയസ് പരിതപിക്കുന്നു, അവരെല്ലാം ക്ലിയോപാട്രയാൽ ഭരിക്കപ്പെടുന്ന പെൺകോന്തന്മാരായിപ്പോയല്ലോ എന്ന്. നാവികസേനയുടെ യുദ്ധം തീരുന്നതുവരെ കാത്തു നിൽക്കാൻ സീസർ അവൻ്റെ കരസേനയ്ക്ക് നിർദ്ദേശം നൽകുന്നു. അവരുടെ സൈന്യത്തെ കടലിലെ യുദ്ധം കാണാവുന്നതുപോലെ ഒരു കുന്നിൻ ചെരുവിൽ ഒരുക്കി നിർത്തുവാൻ ആൻ്റണി ഇനോബാർബസിന് നിർദ്ദേശം നൽകുന്നു. ആൻ്റണിയുടെ സൈന്യം നാവിക യുദ്ധത്തിൽ മുന്നേറുകയായിരുന്നു. പെട്ടെന്നാണ് പ്രത്യേക മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ ക്ലിയോപാട്രയുടെ കപ്പൽ പിന്തിരിഞ്ഞു പോകുന്നത് ആൻ്റണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആൻ്റണിയും അവൻ്റെ കപ്പലിൽ അവളെ അനുഗമിച്ചു. തങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന ആൻ്റണിയും ക്ലിയോപാട്രയും യുദ്ധമേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത് ആൻ്റണിയുടെ പടയാളികളെ ആകെ ചിന്താക്കുഴപ്പത്തിലാക്കി. നേതൃത്വമില്ലാതെ ഉഴറിയ ആൻ്റണിയുടെ നാവികസേനയുടെ മേൽ സീസറുടെ വിജയം അനായാസമായിരുന്നു. കുന്നിൻ മുകളിൽ നാവികയുദ്ധം വീക്ഷിച്ചുകൊണ്ട് നിന്നിരുന്ന ആൻ്റണിയുടെ സൈന്യത്തിന് ആ പരാജയം അത്യന്തം അപമാനകരമായി. ആൻ്റണിയുടെ ജനറൽ കമീഡിയസ് തൻ്റെ കീഴിലുള്ള സൈന്യവുമായി സീസറുടെ പാളയത്തിലേക്ക് കൂറുമാറി. ആൻ്റണിയുടെ ഒപ്പം നിന്നിരുന്ന മറ്റ് 6ഓളം നാട്ടുരാജാക്കന്മാരും സീസറുടെ ഭാഗത്തേക്ക് മാറി. പരാജയമാണ് തന്നെ കാത്തിരിക്കുന്നതെന്ന് അറിയാമെങ്കിലും ഇനോബാർബസ് തൻ്റെ നേതാവിനോട് കൂറുപുലർത്തി ആൻ്റണിയോടൊപ്പം നിന്നു. യുദ്ധത്തിൽ പരാജിതനായി സ്വയം പരിഹാസ്യനായി അപമാനിതനായ ആൻ്റണി സ്വയം കുറ്റപ്പെടുത്തുന്നതോടൊപ്പം സ്വാഭിമാനം കളഞ്ഞുകുളിച്ച ആൻ്റണിയെ ഉപേക്ഷിച്ചു പോയിക്കൊള്ളുവാൻ അവൻ തൻ്റെ അനുയായികളെ ഉപദേശിക്കുന്നു. വേദിയിലേക്ക് കടന്നു വരുന്ന ക്ലിയോപാട്ര നിരാശനായി ഒറ്റയ്ക്കിരിക്കുന്ന ആൻ്റണിയെ കാണുന്നു. അവൾ അവനെ സമാശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. പാവം ആൻ്റണി, അവനിപ്പോൾ പഴയ ശക്തനായ വിജയിയായ ആൻ്റണിയുടെ നിഴൽ മാത്രമാണെന്ന് അവൾക്ക് തോന്നുന്നു. നിരവധി യുദ്ധങ്ങളിൽ പോരാടി വിജയിച്ചവൻ ആണ് അവൻ. കാസിയസിനും ബ്രൂട്ടസിനും അവരുടെ വഞ്ചനയ്ക്ക് അനുരൂപമായ ശിക്ഷ നേടിക്കൊടുത്തവനാണ് അവൻ. പക്ഷെ ഇപ്പോൾ അതിനൊന്നും തന്നെ വിലയില്ലാതായിരിക്കുന്നു. അവൻ്റെ പരാജയം മാത്രമാണ് ഇപ്പോൾ അവനെ തുറച്ചു നോക്കുന്നത്. അവൻ ക്ലിയോപാട്രയോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അവൾ അവനെ ഇത്തരമൊരു നാണക്കേടിൽപ്പെടുത്തിയത് എന്ന്. ക്ലിയോപാട്ര പറഞ്ഞു, അവൾ യുദ്ധമേഖലയിൽ നിന്നും പിന്തിരിഞ്ഞപ്പോൾ ആൻ്റണിയും അവളെ പിന്തുടരും എന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ലത്രേ. അവൻ്റെ ഹൃദയം തന്നെ അവളുടെ കപ്പലിൻ്റെ വാലിന്മേൽ കെട്ടിയിട്ടിരിക്കുമ്പോൾ അവൻ അവളെ പിന്തുടരുമെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. ആൻ്റണി ചോദിക്കുന്നു,
Egypt, thou knewest too well my heart was to thy rudder tied by the strings, and thou shouldest tow me after. ഇന്നിപ്പോൾ ഞാൻ സീസറിൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കേണ്ട അവസ്ഥയായിരിക്കുന്നു. ക്ലിയോപാട്രയുടെ സങ്കടം കണ്ട ആൻ്റണി അവളോട് ക്ഷമിക്കുകയും അവളെ ചുംബിക്കുകയും ചെയ്യുന്നു. നിന്റെ ഒരു ചുംബനം മതി എൻ്റെ നാണക്കേടെല്ലാം മറക്കുവാൻ, ആൻ്റണി പറയുന്നു. ആൻ്റണിയുടെ പ്രത്യേക അപേക്ഷയുമായി ആൻ്റണിയുടെ അംബാസഡർ സീസറിനടുത്തെത്തുന്നു. പരാജിതനായ തന്നെ ഈജിപ്തിൽ ജീവിക്കുവാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഇത്തിരി ശ്വാസമെടുക്കുവാൻ അനുവദിച്ചുകൊണ്ട് ആഥൻസിൽ ഒരു സാധാരണ പൗരനായി ജീവിക്കുവാനോ അനുവദിക്കുക. അതേ സന്ദേശവാഹകൻ തന്നെ ക്ലിയോപാട്രയുടെ അവളുടെ അനന്തരാവകാശികളെ ഈജിപ്തിലെ ഭരണം ഏൽപ്പിക്കുവാൻ അനുവദിക്കുക എന്ന അപേക്ഷയും ജൂലിയസ് സീസറിന് മുൻപിൽ വയ്ക്കുന്നു. ആൻ്റണിയുടെ അപേക്ഷ അപ്പാടെ തള്ളിക്കളയുന്ന സീസർ ആൻ്റണിയെ ഈജിപ്തിൽ നിന്നും നിഷ്കാസിതനാക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്താൽ അവളുടെ അപേക്ഷ പരിഗണിക്കാമെന്ന സന്ദേശവുമായി അവൻ്റെ അനുയായി തിഡിയാസിനെ ക്ലിയോപാട്രയുടെ അടുത്തേക്ക് അയക്കുന്നു. ആൻ്റണിയുടെ അപേക്ഷകളൊന്നും തന്നെ സീസർ സ്വീകരിച്ചില്ല എന്ന സന്ദേശവുമായി ആൻ്റണിയുടെ അംബാസഡർ എത്തുന്നു. അവസാന കൈയായി സീസറിനെ തുറന്ന യുദ്ധത്തിന് വെല്ലുവിളിക്കാമെന്ന് ആൻ്റണി തീരുമാനിക്കുന്നു. ഇനോബാർബസ് ആൻ്റണിക്കൊപ്പം നിൽക്കുന്നു. യുദ്ധത്തിൽ സീസർ ആൻ്റണിയെ കൊലപ്പെടുത്തിയാൽ താൻ സീസറെ കൊലപ്പെടുത്തുമെന്ന് ഇനോബാർബസ് മനസ്സിൽ തീരുമാനിക്കുന്നു. അവൾ ആൻ്റണിയെ ഉപേക്ഷിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്താൽ സീസറിൻ്റെ അടുക്കൽ നിന്നും ക്ലിയോപാട്രയ്ക്ക് കരുണ ലഭിക്കും എന്ന് സീസറുടെ സന്ദേശവാഹകൻ തിഡിയാസ് അറിയിക്കുന്നു. ക്ലിയോപാട്ര പറയുന്നു, ആൻ്റണിയോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി അവനോടുള്ള ഭയം മൂലമാണത്രേ അവൾ ആൻ്റണിയോട് അടുത്തത്. സീസറെ ഒരു ദൈവത്തെ എന്നതുപോലെ കുമ്പിട്ട് വണങ്ങാൻ അവൾ തയ്യാറാണ്. അപ്പോൾ വേദിയിലേക്ക് കടന്നു വരുന്ന ആൻ്റണി തിഡിയാസിനെ അവിടെ നിന്ന് അടിച്ചോടിക്കാൻ ആവശ്യപ്പെടുന്നു. അവൾ തന്നെ വഞ്ചിച്ചുവെന്ന് ക്ലിയോപാട്രയെ കുറ്റപ്പെടുത്തുന്ന ആൻ്റണിയോട് അവൾ അവനെ ഒരു കാലത്തും വഞ്ചിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യില്ലെന്ന് അവൾ ആണയിടുന്നു. അത് കേൾക്കുന്ന ആൻ്റണി ശാന്തനാവുന്നു. ആൻ്റണിയുടെ നാവികസേന ഒരുമിച്ച് ചേർന്ന് യുദ്ധസജ്ജമായിട്ടുണ്ട്. അവൻ്റെ കരസേനയും ഇപ്പോൾ ശക്തമാണ്. അവൻ സീസറിനെ വീണ്ടും ആക്രമിക്കുവാൻ ഒരുങ്ങുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ആൻ്റണിയുടെ പെരുമാറ്റം വീക്ഷിക്കുന്ന ഇനോബാർബസിന് മനസ്സിലാകുന്നു ആൻ്റണിയുടെ മാനസികാവസ്ഥ ശരിയല്ലെന്ന്. അവൻ പറയുന്നു, ആൻ്റണിയുടെ കീഴിലുള്ള സേവനം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇനിയെങ്കിലും അവൻ്റെ യജമാനെ ഉപേക്ഷിക്കാതെയിരിക്കുന്നത് മഠയത്തരമാണ്. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ അലക്സാണ്ട്രിയയ്ക്കടുത്ത് ക്യാമ്പ് ചെയ്തിരിക്കുന്ന സീസർ ആൻ്റണിയുടെ തീരുമാനം കേട്ട് കളിയാക്കി പൊട്ടിച്ചിരിക്കുന്നു. ജനറൽ മസേനാസ് സീസറിനെ ഉപദേശിക്കുന്നു. ആൻ്റണി ഇപ്പോൾ കോപാകുലനാണ്. ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ പരാജയപ്പെടുത്താൻ എളുപ്പമാണ്. സീസർ ആൻ്റണിയുമായി തുറന്ന യുദ്ധത്തിന് തയ്യാറല്ലെന്ന വാർത്തയുമായി ഇനോബാർബസ് എത്തുന്നു. വിജയമോ മരണമോ ഫലം എന്തായാലും പിറ്റേന്ന് താൻ യുദ്ധം ചെയ്യുമെന്ന് ആൻ്റണി പ്രഖ്യാപിക്കുന്നു. ആൻ്റണി തൻ്റെ അനുയായികൾക്കും സേവകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ചിലപ്പോൾ നാം ഒരുമിച്ചുള്ള അവസാന രാത്രിയാവാം ഇത്. ഇനോബാർബസ് ആൻ്റണി ഇത്തരത്തിൽ സംസാരിക്കുന്നതിന് അവനെ കുറ്റപ്പെടുത്തുന്നു. ആരെയും ദുഃഖിപ്പിക്കണമെന്ന് താൻ കരുതിയിട്ടില്ല. ആൻ്റണി തൻ്റെ അനുയായികളുമായി ദുഃഖം മാറ്റിവെച്ച് ആ വൈകുന്നേരം ആഘോഷപൂർവകമായി കൊണ്ടാടുന്നു. ആൻ്റണിയുടെ പട്ടാളക്കാർ അന്ന് രാത്രി ഭൂമിക്കടിയിൽ നിന്നും ചില സംഗീത ശബ്ദങ്ങൾ കേൾക്കുന്നു.
ആൻ്റണിയുടെ ഇഷ്ടദേവനായ ഹെർക്കുലീസിൻ്റെ സംഗീതമാണ് അതെന്ന് അവർ സംശയിക്കുന്നു. ഹെർക്കുലീസ് ആൻ്റണിയെ ഉപേക്ഷിച്ചു പോവുകയാണോ? ആൻ്റണി യുദ്ധത്തിന് പടച്ചട്ടയണിഞ്ഞ് ഒരുങ്ങുന്നു. ക്ലിയോപാട്രയും അവനെ സഹായിക്കാനുണ്ട്. ആയിരക്കണക്കിനായുള്ള ആൻ്റണിയുടെ സൈന്യവും യുദ്ധത്തിന് തയ്യാറാണ്. ആൻ്റണി ക്ലിയോപാട്രയ്ക്ക് ചുംബനം നൽകി യാത്ര പറഞ്ഞ് പടക്കളത്തിലേക്ക് നീങ്ങുന്നു. യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ആൻ്റണി തൻ്റെ ഉറ്റ സുഹൃത്ത് ഇനോബാർബസ് തന്നെ ഉപേക്ഷിച്ച് ശത്രുപക്ഷത്തേക്ക് ചേക്കേറിയ വിവരം അറിയുന്നു. ഇനോബാർബസിൻ്റെ പെട്ടികളും സമ്പാദ്യവും ഇവിടെ ഉപേക്ഷിച്ചാണ് അവൻ പോയിരിക്കുന്നത്. ആൻ്റണി ഇനോബാർബസിൻ്റെ വസ്തുവകകൾ അവന് എത്തിച്ചു കൊടുക്കുവാൻ തൻ്റെ പട്ടാളക്കാരോട് ആവശ്യപ്പെടുന്നു. സമ്പത്ത് എത്ര സത്യസന്ധനായ മനുഷ്യനെ പോലും ദുഷിപ്പിക്കുന്നു. സീസർ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. ആൻ്റണിയുടെ അടുത്തു നിന്നും കൂറുമാറി തൻ്റെ അടുത്ത് വന്ന പട്ടാളക്കാരെ മുൻനിരയിൽ നിർത്തുവാൻ സീസർ പറയുന്നു. ഒരിക്കൽ തൻ്റെ സുഹൃത്തുക്കളും അനുയായികളുമായിരുന്ന സൈനികരോട് യുദ്ധം ചെയ്യാൻ ആൻ്റണി അല്പമൊന്ന് മടിക്കും. കാരണം അത് തന്നോട് തന്നെ യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണെന്ന് തോന്നിക്കുമല്ലോ. ഇനോബാർബസിന് ആൻ്റണി കൊടുത്തുവിട്ട പെട്ടികളും സമ്പാദ്യങ്ങളും ലഭിക്കുന്നു. അവൻ ഒരു സാധാരണ വഞ്ചകനെപ്പോലെ ആയിപ്പോയല്ലോ എന്ന കുറ്റബോധം അവനെ വേട്ടയാടുന്നു. ആൻ്റണിക്കെതിരായി യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ചെളി നിറഞ്ഞ ഒരു അഗാധ ഗർത്തത്തിലേക്ക് വീണ് സ്വയം മരിക്കാം എന്ന തീരുമാനവുമായി ഇനോബാർബസ് കടന്നുപോകുന്നു. സീസർ ഉദ്ദേശിച്ചതിനേക്കാൾ ശക്തമാണ് ആൻ്റണിയുടെ സൈന്യം എന്ന് കാണുന്ന അഗ്രിപ്പ സൈന്യത്തോടൊപ്പം യുദ്ധഭൂമിയിൽ നിന്നും പിന്മാറുന്നു. ശക്തമായ യുദ്ധത്തിൽ ആൻ്റണി അലക്സാണ്ട്രിയ തിരിച്ചു പിടിക്കുന്നു. യുദ്ധഭൂമിയിൽ നിന്നും തിരിച്ചെത്തുന്ന ആൻ്റണി പിറ്റേന്ന് സീസറുടെ സൈന്യത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തി നിലം പരിശാക്കും എന്ന് ശപഥം ചെയ്യുന്നു. തൻ്റെ സൈനികരുടെ അസാമാന്യ ധൈര്യത്തെയും കഴിവിനെയും പുകഴ്ത്തുന്ന ആൻ്റണി അന്നത്തെ രാത്രി യുദ്ധമുഖത്തെ കഥകൾ പറഞ്ഞ് സ്വന്തം കുടുംബങ്ങളുമായി ചെലവഴിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. വേദിയിലേക്ക് കടന്നു വരുന്ന ക്ലിയോപാട്രയോട് തൻ്റെ പടച്ചട്ട ഭേദിച്ച് തൻ്റെ ഹൃദയത്തിനടുത്തേക്ക് കടന്നു വരുവാൻ കേൾപ്പുള്ള ഒരേയൊരു ആയുധം അവളുടെ സ്നേഹം മാത്രമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ആൻ്റണി ക്ലിയോപാട്രയും സൈനികരുമൊപ്പം അലക്സാണ്ട്രിയയുടെ രാജവീഥികളിലൂടെ വിജയഘോഷയാത്ര നടത്തുന്നു. വേദിയിൽ സീസറുടെ സൈനികരുടെ സംസാരം വീക്ഷിക്കുന്ന ഇനോബാർബസ് ചരിത്രത്തിൽ തൻ്റെ സ്ഥാനം വഞ്ചകരുടെയും ഒളിച്ചോട്ടക്കാരുടെയും ഒപ്പം ആയിരിക്കുമെന്ന് വിലപിച്ചുകൊണ്ട് മരിച്ചു വീഴുന്നു. കടലിലൂടെയാവും സീസർ തന്നെ ആക്രമിക്കുക എന്ന് കരുതുന്ന ആൻ്റണി അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നു. സീസറും നാവിക യുദ്ധത്തിന് തയ്യാറാകുന്നു. തൻ്റെ വിശ്വസ്തനായ ജനറലിനൊപ്പം കരയിൽ നിന്ന് കടൽ യുദ്ധം വീക്ഷിക്കുന്ന ആൻ്റണി ക്ലിയോപാട്രയുടെ നാവികപ്പട അവനെ വഞ്ചിച്ചുകൊണ്ട് സീസറിൻ്റെ ഭാഗം ചേരുന്നത് കാണുന്നു. തൻ്റെ പരാജയം ഉറപ്പാണെന്ന് മനസ്സിലാക്കിയ ആൻ്റണി പട്ടാളക്കാരുമൊത്ത് ഓടി രക്ഷപ്പെടാൻ ജനറലിനോട് നിർദ്ദേശിക്കുന്നു. വേദിയിൽ ഒറ്റയ്ക്കാവുന്ന ആൻ്റണി ഉറക്കെ ചിന്തിക്കുന്നു. അവനെ സർവനാശത്തിലേക്ക് വീഴിച്ച ഒരു മന്ത്രവാദിനിയായിരുന്നുവോ ക്ലിയോപാട്ര? വേദിയിലേക്ക് കടന്നു വരുന്ന ക്ലിയോപാട്രയെ അവളുടെ വഞ്ചനയ്ക്ക് പ്രതിഫലമായി കൊലപ്പെടുത്തുമെന്ന് ആൻ്റണി ഭീഷണിപ്പെടുത്തുന്നു. ആൻ്റണിയുടെ കോപത്തെപ്പറ്റി തൻ്റെ തോഴിമാരോട് വിവരിക്കുന്ന ക്ലിയോപാട്രയെ ചാർമിയാൻ ഉപദേശിക്കുന്നു. ആൻ്റണിയുടെ കോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒറ്റ വഴിയേയുള്ളൂ. അവൾ സ്വയം ജീവനെടുത്തു എന്ന് ആൻ്റണിക്ക് സന്ദേശം അയച്ച ശേഷം ഏതെങ്കിലും സ്മാരക സൗധത്തിൽ ഒളിച്ചിരിക്കുക. അവളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ ആൻ്റണിയുടെ കോപം ശമിക്കുമായിരിക്കും. ചാർമിയാൻ്റെ നിർദ്ദേശം അനുസരിക്കുന്ന ക്ലിയോപാട്ര താൻ മരിച്ചുവെന്ന വാർത്ത ആൻ്റണിയെ അറിയിക്കുവാൻ മാർഡിയാനെ ആൻ്റണിയുടെ അടുത്തേക്ക് അയക്കുന്നു.
ക്ലിയോപാട്ര തന്നെ വഞ്ചിച്ചുവെന്ന് തെളിഞ്ഞതിന് ശേഷം തന്നെ സ്വയം തിരിച്ചറിയാൻ പോലും തനിക്കാവുന്നില്ല എന്ന് വിലപിക്കുന്ന ആൻ്റണി അവൻ്റെ കാമുകി ക്ലിയോപാട്രയെ കൊലപ്പെടുത്തുവാൻ തയ്യാറെടുക്കുന്നു. ആൻ്റണി, മഹാനായ ആൻ്റണി എന്നീ അവസാന വാക്കുകളുമായി ക്ലിയോപാട്ര എങ്ങനെയാണ് മരണം വരിച്ചതെന്ന കഥയുമായി മാർഡിയാൻ ആൻ്റണിയുടെ അടുത്തെത്തുന്നു. ക്ലിയോപാട്രയുടെ മരണവാർത്ത കേൾക്കുന്ന ആൻ്റണി അവളെ കൊലപ്പെടുത്തണമെന്ന് ആലോചിച്ചതിൽ പശ്ചാത്തപിക്കുന്നു. മരണത്തിലും അവളോടൊപ്പം ഒന്നുചേരാം എന്ന് ചിന്തിക്കുന്ന ആൻ്റണി തന്നെ കുത്തിക്കൊലപ്പെടുത്താൻ തൻ്റെ സുഹൃത്തും ജനറലുമായ ഈറോസിനോട് ആവശ്യപ്പെടുന്നു. ആൻ്റണിയുടെ ഏത് നിർദ്ദേശവും പാലിക്കും എന്ന് പ്രതിജ്ഞയെടുത്തിരുന്ന ഈറോസിന് ഒഴിഞ്ഞു മാറുവാനാവില്ലായിരുന്നു. എങ്കിലും സ്വന്തം നേതാവിനെ കൊലപ്പെടുത്താൻ മടിച്ച ഈറോസ് ആൻ്റണിക്ക് മുന്നിൽ സ്വയം കുത്തി മരിച്ചു വീഴുന്നു. സ്വന്തം സേനാനിയുടെ കരളുറപ്പിനെ, അന്തസ്സിനെ പ്രകീർത്തിക്കുന്ന ആൻ്റണി സ്വന്തം വാളിന്മേലേക്ക് വീണ് മരിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിലും മാരകമായ മുറിവേറ്റ ആൻ്റണിയിൽ അല്പം ജീവൻ ബാക്കി നിൽക്കുന്നു. ക്ലിയോപാട്ര മരിച്ചിട്ടില്ലെന്നും അവൾ സുഖമായിരിക്കുന്നു എന്നും ഒരു സേവകൻ ആൻ്റണിയെ അറിയിക്കുന്നു. പക്ഷേ വൈകിപ്പോയിരുന്നു. മരിച്ചുകൊണ്ടിരുന്ന ആൻ്റണി തൻ്റെ ശരീരം ക്ലിയോപാട്രയുടെ അടുത്തേക്ക് കൊണ്ടുപോകുവാൻ ആവശ്യപ്പെടുന്നു. ഒളിത്താവളത്തിൽ സീസറോടുള്ള ഭയം മൂലം മുകളിലെ നിലയിൽ നിന്നും താനിനി താഴേക്കിറങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ക്ലിയോപാട്രയോട് മുറിവേറ്റ മരണാസന്നനായ ആൻ്റണിയെ അവൻ്റെ സേവകർ കൊണ്ടുവന്നിരിക്കുന്ന കാര്യം വിളിച്ചറിയിക്കുന്നു. ആൻ്റണി താൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവളെ അവസാനമായി ആലിംഗനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നും അറിയിക്കുന്നു. എങ്കിലും സീസർ തന്നെ അറസ്റ്റ് ചെയ്ത് യുദ്ധത്തടവുകാരിയായി തെരുവീഥികളിൽ പ്രദർശിപ്പിക്കുമെന്ന ഭയം കാരണം താഴേക്കിറങ്ങുവാൻ അവൾ തയ്യാറാവുന്നില്ല. സേവകരോട് ആൻ്റണിയെ മുകളിൽ അവളുടെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു. അനുനിമിഷം ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അവനെ അവൾ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. സീസറുടെ കരുണ യാചിക്കുവാൻ ആൻ്റണി ക്ലിയോപാട്രയെ ഉപദേശിക്കുന്നു. ആൻ്റണി മരിക്കുന്നു. ആൻ്റണിയില്ലാത്ത ലോകം ഇരുട്ട് നിറഞ്ഞതായി അവൾക്ക് തോന്നുന്നു. ആൻ്റണിയില്ലാത്ത ജീവിതം ജീവിതമേ അല്ല, അവൾ വിലപിക്കുന്നു. ഈ സമയം ആൻ്റണിയോട് കീഴടങ്ങുവാൻ ആവശ്യപ്പെടുന്ന ഉത്തരവുമായി സീസർ സന്ദേശവാഹകനെ അയക്കുന്നു. അപ്പോൾ അതാ ആൻ്റണിയുടെ വാളുമായി ആൻ്റണിയുടെ അനുയായിയായിരുന്ന ഡെക്രേറ്റസ് സീസറിനടുത്തേക്ക് കടന്നു വരുന്നു. താൻ ആൻ്റണിയുടെ വിശ്വസ്ത സേവകനായിരുന്നുവെന്നും ഇനി മുതൽ സീസറുടെ കീഴിൽ വിശ്വസ്തനായിരുന്നു കൊള്ളാമെന്നും അവൻ സീസറിന് ഉറപ്പു നൽകുന്നു. എന്താണിപ്പോൾ ഈ കൂറുമാറ്റത്തിന് കാരണമെന്നാരായുന്ന സീസറിനോട് തൻ്റെ നേതാവ് ആൻ്റണി മരണമടഞ്ഞതായി, വളരെയേറെ ധീരപ്രവർത്തികൾ ചെയ്ത അതേ കൈകൾ കൊണ്ടുതന്നെ, അവൻ്റെ സ്വന്തം കൈകൾ കൊണ്ടുതന്നെ മരണപ്പെട്ടിരിക്കുന്നു എന്നവൻ അറിയിക്കുന്നു. ഇത്രയും മഹാനായ ആൻ്റണിയുടെ മരണം ആചാരപൂർവം അനുരൂപമായ ദുഃഖാചരണത്തോടെ ആചരിക്കേണ്ടിയിരിക്കുന്നു, സീസർ പറഞ്ഞു. ട്രയംവീറുകളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ 2 പേരിൽ ഒരാളായ ആൻ്റണിയുടെ മരണം ചെറിയൊരു സംഭവമല്ല, മറിച്ച് പാതി ലോകത്തിൻ്റെ തന്നെ അവസാനമാണ്. ഇത്ര കാലവും അവനെതിരെ യുദ്ധം ചെയ്തിട്ട് ഇപ്പോൾ അവന് വേണ്ടി ദുഃഖാചരണം നടത്തുന്നതിൽ അല്പം അപഹാസ്യതയില്ലേ? അഗ്രിപ്പ സംശയിക്കുന്നു. സംശയം ദൂരീകരിക്കുന്ന സീസറും അനുയായികളും ആൻ്റണി ഒരു മഹാനായിരുന്നു എന്നും അവനുവേണ്ടി ദുഃഖാചരണം നടത്തുന്നത് ഉചിതമാണെന്നും തീരുമാനിക്കുന്നു. ക്ലിയോപാട്രയുടെ സന്ദേശവാഹകൻ സീസറിനടുത്തെത്തി അവളുടെ ഭാവി എന്തായിരിക്കുമെന്ന് അന്വേഷിക്കുന്നു. സീസർ അവളെ ഒരു രീതിയിലും ഉപദ്രവിക്കില്ലെന്നും
അവളുടെ അന്തസ്സിന് കളങ്കം വരുത്തില്ലെന്നും ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും അവളെ അവൻ്റെ വിജയത്തിൻ്റെ പ്രതീകമായി ജീവിതകാലം മുഴുവൻ റോമിൽ താമസിപ്പിക്കുവാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അവളെ ആത്മഹത്യ ചെയ്യുവാൻ അനുവദിക്കാതെ സൂക്ഷിക്കുവാൻ സീസർ തൻ്റെ പടയാളികൾക്ക് നിർദ്ദേശം നൽകുന്നു. സീസറുടെ അനുയായി പ്രൊക്യൂളിയസ് ക്ലിയോപാട്രയുടെ ഒളിത്താവളത്തിലെത്തി സീസറിന് കീഴടങ്ങുവാൻ അവൾക്ക് എന്തുപാധികളാണുള്ളത് എന്ന് അന്വേഷിക്കുന്നു. ക്ലിയോപാട്ര തൻ്റെ മകനെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാകുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിനിടെ സീസറുടെ പടയാളികൾ കെട്ടിടത്തിനുള്ളിലേക്ക് ഒളിച്ചു കടന്ന് ക്ലിയോപാട്രയെ പിടികൂടുന്നു. അവൾ സ്വന്തം കത്തികൊണ്ട് സ്വയം കുത്തിമരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രൊക്യൂളിയസ് അവളിൽ നിന്നും ആയുധം പിടിച്ചെടുക്കുന്നു. റോമിൻ്റെ തെരുവീഥികളിലൂടെ ഒരു കാഴ്ചവസ്തു എന്നതുപോലെ തന്നെ വലിച്ചിഴയ്ക്കുന്നത് അവൾക്ക് ചിന്തിക്കുവാനാവുന്നില്ല. അവൾ ആത്മഹത്യ ചെയ്യാതിരുന്നാൽ അവളെയും അവളുടെ മക്കളെയും നന്നായി സംരക്ഷിക്കാമെന്ന് സീസർ ഉറപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും സോലാബെല്ല എന്നു പേരായ സീസറുടെ സേവകൻ അവളെ റോമിലേക്ക് കൊണ്ടുപോകുവാനുള്ള സീസറുടെ തീരുമാനം അവളെ അറിയിക്കുന്നു. വൃത്തികെട്ട റോമാക്കാരുടെ കാഴ്ചവസ്തുവും വിനോദ ഉപാധിയുമായി മാറുവാൻ അല്പം പോലും താൽപ്പര്യം ഇല്ലാതിരുന്ന അവൾ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനമെടുക്കുന്നു. അവളുടെ ഏറ്റവും ഭംഗിയേറിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുവാൻ അവൾ തോഴിമാരായ ചാർമിയാനോടും ഇറാസിനോടും ആവശ്യപ്പെടുന്നു. "Give me my robe, put on my crown. I have immortal longings in me. Now no more the juice of Egypt's grape shall moist this lip." അപ്പോൾ അതാ ഒരു കോമാളി വേഷക്കാരൻ ഒരു കുട്ട നിറയെ അത്തിപ്പഴങ്ങളുമായി എത്തുന്നു. കുട്ടയിൽ അത്തിപ്പഴങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വച്ചിരുന്നത് നിരവധി വിഷസർപ്പങ്ങളെയായിരുന്നു. സുന്ദരിയായി ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ ക്ലിയോപാട്ര തോഴിമാർക്ക് ചുംബനമേകി യാത്ര പറഞ്ഞു. ദുഃഖം കൊണ്ടാവണം ഇറാസ് അവിടെ മരിച്ചു വീഴുന്നു. ക്ലിയോപാട്ര ഒരു സർപ്പത്തെ എടുത്ത് അവളുടെ മാറോട് ചേർക്കുന്നു. മറ്റൊരെണ്ണത്തെ അവളുടെ കൈത്തണ്ടയിലും ഘടിപ്പിച്ച് മരിച്ചു വീഴുന്നു. ചാർമിയാനും ഒരു സർപ്പത്തിൻ്റെ കടിയേറ്റുവാങ്ങി മരണം വരിക്കുന്നു. വേദിയിലേക്കെത്തുന്ന സീസർ മരണകാരണം മനസ്സിലാക്കുന്നു. ഒരു പൊതുശവ സംസ്കാര ചടങ്ങിൽ ആൻ്റണിയെയും ക്ലിയോപാട്രയെയും അടുത്തടുത്തായി സംസ്കരിക്കുവാൻ സീസർ നിർദ്ദേശം നൽകുന്നു. "She shall be buried by her Antony. No grave upon the earth shall clip in it a pair so famous." അവളെ അവളുടെ ആൻ്റണിക്കൊപ്പം സംസ്കരിക്കും. ലോകത്തൊരു ശവ കുടീരം പോലും ഇതിലും പ്രശസ്തരായ കാമുകന്മാരെ ഉള്ളിൽ സൂക്ഷിക്കുകയില്ല. കഥയുടെ ബാക്കി പത്രം. ക്ലിയോപാട്രയുടെ മരണത്തോടെ ഏതാണ്ട് 3 നൂറ്റാണ്ട് നീണ്ട ഈജിപ്തിലെ ഗ്രീക്ക് ഹെല്ലനിക് ഭരണമാണ് അവസാനിച്ചത്. അതിനുശേഷം ഈജിപ്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. റോമും ഇതുവരെ പിന്തുടർന്നു വന്ന ഭരണ സംവിധാനത്തിൽ നിന്ന് മാറി ഒക്ടാവിയസ് സീസർ ഒരു ഏകാധിപതിയായി മാറി. കഥ വായിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വെബ് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. or visit us using the following address.